അയ്യപ്പ സംഗമത്തെ എതിർത്തുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ സുപ്രീം കോടതി അടക്കം പോയിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നത് അവരതിൽ ഇടപെടുന്നില്ല എന്നതും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഘപരിവാർ സംഘടനകൾ കോടതിയിൽ പോയത് ശരിക്കും CPM-ന് മുതൽക്കൂട്ടായോ? CPM-ന് വലിയ തോതിലുള്ള സഹായമാണ് ഈ സംഘപരിവാർ സംഘടനകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വെറുതെ ചെയ്യുന്നൊരു സഹായമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഷിബിലി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ സഹായം നടക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഹൈക്കോടതിയിൽ പോയി, അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതി ഇത് തള്ളിക്കളയും എന്നും അല്ലാതെ എന്ത് കാരണം പറഞ്ഞാണ് ഇത് നടത്തണ്ട എന്ന് ഗവൺമെൻറ്റിനോട് ഹൈക്കോടതിക്ക് പറയാൻ പറ്റുക? അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമേ ഇതിനകത്ത് ഇല്ല. ഒരു ഗവൺമെൻറ് അതിൻ്റേതായ ഒരു പരിപാടി നടത്തുന്നു, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിന് വേണ്ടിയിട്ടൊരു സംഗമം നടത്താൻ തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഇന്ത്യയിലെ ഏതെങ്കിലും കോടതിക്കോ ഭരണഘടനാപരമായി പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സംഘപരിവാർ സംഘടനകൾ ഇതിന് പോയത്? എനിക്ക് പറയാനുള്ളത് മറ്റൊരു വേർഷനാണ് ഷിബിലി, ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ്. ദല്ലാൽ നന്ദകുമാർ ഇവിടെ നേരത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു, ഈ 2024 ലോക്സഭക്കൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അന്ന് ദല്ലാൽ നന്ദകുമാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടാവും. ലോക്സഭയിലേക്ക് ഈ പ്രകാശ് ജാവദേക്കർ വന്ന് EP ജയരാജനെ കണ്ടു എന്ന് പറയുന്നൊരു വലിയ വിവാദമുണ്ടായിരുന്നു. അതിൽ ദല്ലാൽ നന്ദകുമാറും ഈ പ്രകാശ് ജാവദേക്കറിനൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ആ പ്രകാശ് ജാവദേക്കർ ആരാണ്? കേരളത്തിൻ്റെ ചാർജുള്ള BJPയുടെ നേതാവാണ്. ആ പ്രകാശ് ജാവദേക്കർ വന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ JP ജയരാജനെ കാണാൻ വേണ്ടി വന്നത് ഒരൊറ്റ കാര്യത്തിനാണെന്നാണ് പറഞ്ഞത്. ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? ആ കാര്യം തൃശ്ശൂരിൽ നിന്ന് ഒരു MP ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതരൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, 3.0 പിണറായി വരുന്നതിന് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം കലങ്ങിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് തൃശ്ശൂർ പൂരം കലങ്ങുന്നതുകൊണ്ട് വോട്ടുകൾ മൊത്തം മാറി ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ തൃശ്ശൂർ പൂരം കലങ്ങിയത് കൊണ്ട് അങ്ങനെ ആളുകളുടെ ഭാഗത്ത് വലിയ ദേഷ്യം ഉണ്ടായവർ BJPക്ക് വോട്ട് ചെയ്തു എന്നൊരു നരേറ്റീവ് ആദ്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ നരേറ്റീവ് കൊണ്ട് ജയിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഷിബിലി അറിയേണ്ടത്. നമ്മളെ കണക്ക് ഏറ്റവും ആദ്യം പുറത്തുവിട്ടത് നമ്മളാണ് തൃശ്ശൂരത്തെ. ആ കണക്കിൽ 2019 1,46,000 വരുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു വർധനവ് എന്ത് ചെയ്തത് 2024 ഉണ്ടായത്. ആ 2024 ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും, ഈവൻ ആലത്തൂരിൽ നിന്ന് പോലുമല്ല, തൃപ്പൂണിത്തുറയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമാണ് വോട്ടുകൾ കൊണ്ടുവന്ന് ചേർത്തത് എന്ന് ഏതാണ്ട് ഇപ്പോൾ ആളുകൾക്കൊക്കെ ബോധ്യമായല്ലോ. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് ബോധ്യമായെങ്കിൽ ഇത് CPM-നെ പോലെ ബൂത്ത് വൈസും ജനങ്ങളുമായി അത്ര ബന്ധമുള്ള BLOമാരും ബൂത്ത് ലെവൽ ഓഫീസേഴ്സും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മെഷീനറിയും ഒക്കെ അറിയാതെ ഇത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ CPM-ൻ്റെ ഏതെങ്കിലും യൂണിയനുകൾ അറിയാതെ ഇത്രയും വലിയ വോട്ടുചേർക്കൽ നടക്കുമെന്ന് സംഭവിക്കുന്നുണ്ടോ? ഇനി അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതിനൊരു ചെറുവിരൽ പോലും അനക്കാത്തത്? ആ സമയത്ത് തന്നെയാണല്ലോ മറ്റേ ഈ പറയുന്ന നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ഒരു ലേഖികയുടെ തോളത്ത് കൈവച്ചു എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ എന്ത് ചെയ്യുകയും ചെയ്തത്, വലിയ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തത്. അതും സുരേഷ് ഗോപിക്ക് അനുകൂലമാകും എന്നിവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു മൗനാനുവാദം CPM-ൻ്റെ കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദല്ലാൽ നന്ദകുമാർ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ റിസൾട്ട് വരുമ്പോൾ കണ്ടോളൂ എന്നാണ്. റിസൾട്ട് വന്നപ്പോൾ 75,000-ലധികം വോട്ട് മേടി എന്ത് ചെയ്തു സുരേഷ് ഗോപി ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഡീൽ ഉണ്ടായിരുന്നു. ഇത് പറയുന്ന ദല്ലാൽ നന്ദകുമാറിനെ നമുക്ക് അവിശ്വസിക്കാൻ തോന്നാത്തത്, ദല്ലാൽ നന്ദകുമാർ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ PC തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ മൂവാറ്റുപുഴയിൽ നിന്ന് ജയിക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ ഈ പറയുന്ന പോലെ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് CPM വന്ന് ഇട്ടത്. അതെല്ലാം വളരെ കൃത്യമാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്തൊരു ചങ്ങല പോലെ ഉണ്ടാക്കാൻ ദല്ലാൽ നന്ദകുമാറിന് പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ പ്രകാരം ഒരു പ്രധാനപ്പെട്ട ഡീലുണ്ട്. ആ ഡീൽ എന്താണ്? 2024 LDF-നെ ഇവിടെ അധികാരത്തിൽ കയറ്റണം. അതുകൊണ്ട് അവർക്ക് 2 ഗുണങ്ങളുണ്ട്. ആ ഗുണം എന്താണ്? ഒന്ന്, LDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും നാച്ചുറലി ഒരു ഇറോഷൻ, ഒരു മണ്ണൊലിപ്പ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, UDF-ൻ്റെ ഭാഗത്ത് ഉണ്ടാവും. മനസ്സിലായി? മുസ്ലിം ലീഗിന് പോലും അവിടെ തുടരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് അടിമുടി ദുർബലപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ദുർബലപ്പെടുമ്പോൾ ഒരു 4-5 MLA-മാർ BJP കൂടി കിട്ടിയാൽ, വേണ്ട 2 MLA-മാർ കിട്ടിയാൽ പോലും അടുത്ത തവണ ഒരു പ്രതിപക്ഷമായി വരാനുള്ള ഒരു സ്പേസ് അവർക്ക് അവിടെ
ഉണ്ടാവും. മനസ്സിലായി? അതൊരു വലിയ സാധ്യതയാണ്. അപ്പോൾ ആ സാധ്യതയെ BJP കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തെ BJP വളരെ ശക്തമായി എതിർക്കുകയും CPM അനുകൂലമായി നിൽക്കുകയും അങ്ങനെ അനുകൂലമായി നിന്നുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഏതാണ്ട് ഹിന്ദു ചിന്നിച്ചെറിപ്പോയിട്ടുള്ള ഹിന്ദു വോട്ടുകൾ, അത് NSSൻ്റെ ആണെങ്കിൽ SNDP ഒക്കെ ഒരുമിച്ച് നിർത്താനും കൃത്യമായിട്ട് CPMന് കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത ആളുകളുടെ നമ്പർ, ഞാൻ വളരെ ഉത്തരവാദിത്തോട് പറയുന്നത് 38 ലക്ഷമാണ്. 38 ലക്ഷമാണ്. കഴിഞ്ഞ തവണ ഷിബിലിക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ നിയമസഭയിൽ, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ നിയമസഭയിൽ BJPക്ക് കിട്ടുന്നത് 30 ലക്ഷം വോട്ടാണ് 2016. പക്ഷേ 2021 വരുമ്പോൾ BJPക്ക് കിട്ടുന്നത് എത്രയാണ്? 4,10,000 വോട്ടുകൾ. കഴിഞ്ഞ അവിടത്തേതിനേക്കാൾ കുറഞ്ഞുകൊണ്ട് ഏതാണ്ട് 26 ലക്ഷം വോട്ടുകളാണ്. അപ്പോൾ 26 ലക്ഷം വോട്ടുകളാണ് BJPക്ക് കഴിഞ്ഞ നിയമസഭയിൽ കിട്ടിയതെങ്കിൽ ഇത്തവണ കിട്ടിയത് 38 ലക്ഷം വോട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ഷിബിലി? 12 ലക്ഷം വോട്ടാണ്. ആ 12 ലക്ഷം വോട്ടിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല, നമുക്ക് ഉറപ്പാണ്. പിന്നെ കുറച്ച് ക്രിസ്ത്യൻസും ഉണ്ട്, അതുപോലെ തന്നെ ആരുമുണ്ട്, ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളും ഉണ്ടാവും. ക്രിസ്ത്യൻസിൻ്റെ നമ്പർ വളരെ കുറവാണ്, ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുണ്ടാവും. അതിൽ തന്നെ CPMന്, BJPക്ക് അല്ലെങ്കിൽ CPMന് കിട്ടാവുന്ന ഈഴവ ദളിത് വോട്ടുകളാണ് കൂടുതലുള്ളത്. കുറച്ച് ഈ പറഞ്ഞ പോലെ നായർ വോട്ടുകൾ കൂടി ഇത്തവണ CPMന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 10-12 ലക്ഷം വോട്ടുകൾ കൃത്യമായിട്ട് CPMന് കൊടുക്കാൻ, LDFന് കൊടുക്കാൻ കഴിഞ്ഞാൽ LDFന് അടുത്ത തവണ എന്ത് ചെയ്യാം? ഭരണം പിടിക്കാം. ഈ 12 ലക്ഷത്തിന് വലിയൊരു പ്രാധാന്യം കൂടി വേറെ ഉണ്ട്. അതെന്താണ്? അത് UDF LDF തമ്മിലുള്ള വ്യത്യാസം 12 ലക്ഷം വോട്ടാണ്, 5.96% ആണ്. അപ്പോൾ ആ 12 ലക്ഷം വോട്ട് അങ്ങോട്ട് പോകാൻ ചില സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വെറുതെ രാവിലെ പോയി പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന പോലെ നമ്മുടെ അടികളോടൊക്കെ എന്ത് ചെയ്തു, LDFന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല, നേതാക്കന്മാരോട് പോലും അവർ പറ്റില്ലെന്ന് പറയും. പക്ഷെ അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ്. അതായത് ഇവർ വന്നാൽ കുറച്ചുകൂടി അപകടമാണ്, അതിനേക്കാൾ ഭേദം ആര് വരുന്നതാണ്? നമ്മൾ ജയിക്കാത്ത സ്ഥലങ്ങളിൽ CPM വരുന്നതാണ്. അത് പറയാൻ അവരുടെ മുന്നിൽ ന്യായമുണ്ട്. ന്യായം എന്താ? ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലുള്ള പാർട്ടികൾ UDFനെ പിന്തുണക്കുകയാണ്. അതുപോലെ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി അധികാരത്തിൽ വരും, മുസ്ലിം ലീഗിന് വലിയ അപ്രഭാവത്വം കിട്ടും. ഇത്തരത്തിൽ കൈവിട്ട് കാൽവെട്ട് ടീംസൊക്കെ എന്ത് ചെയ്യും? അധികാരത്തിൽ വരുമെന്ന് പറയുന്ന പ്രചരണം ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? CPMന് അധികാരത്തിൽ വരാൻ സഹായിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാമല്ലോ, വഖഫ് നിയമം. ഈ വഖഫ് നിയമത്തിൻ്റെ പുറത്ത് വലിയ തോതിൽ മുസ്ലിം സമുദായത്തോട് തന്നെ, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ അനധികൃതമായി നമ്മുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞൊരു പ്രചരണം കൊടുക്കുമ്പോൾ അത് BJP ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള എവിടെയെന്നറിയാമോ? എറണാകുളം പോലെയുള്ള മണ്ഡലങ്ങളിലാണ്. ഹൈബീഡിനെതിരെയാണ്. അതിൻ്റെ ഗുണം എന്താ? അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് BJPക്ക് കിട്ടുമായിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ, അതായത് BJPയോട് ഇപ്പോൾ കാസ പോലെയുള്ള സംഘടനകൾ വെച്ച് എന്ത് ചെയ്തിട്ടുള്ള, സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ, ആ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ് കാര്യം? അവർ BJP വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം ജില്ല എടുത്തിട്ടുണ്ടെങ്കിൽ BJPക്കുള്ള വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 10% താഴെയാണ്, 9.6%. അപ്പോൾ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അവർ ആർക്ക് വോട്ട് ചെയ്യും? അവർ CPMന് LDFന് വോട്ട് ചെയ്യും. 14 സീറ്റിൽ കഴിഞ്ഞവണ 5 സീറ്റ് CPM LDF പിടിച്ചു. അപ്പോൾ അതിൽ ബാക്കി പറഞ്ഞ പോലെ സീറ്റുകൾ 1-2 കൂടി കൂടുതൽ കിട്ടാൻ സാധിക്കും. ഇത് എറണാകുളത്തെ സ്ഥിതിയാണെങ്കിൽ ഇത് തന്നെ തൃശ്ശൂരും കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലൊക്കെ സംഭവിച്ചെന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ഈ പറയുന്ന വഖഫ് ബോർഡിൻ്റെ പ്രശ്നമാണെങ്കിലും ഈ അയ്യപ്പ സംഗമമാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും ഇവരുടെ നീക്കങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ഡീല് കൃത്യമായി നടപ്പിലാക്കാൻ ഇനി ഒരു 8 മാസത്തിൽ താഴെ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ BJPയും CPMും തുടങ്ങിയിരിക്കുന്നു. അതിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകാശത്തേക്ക് നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. കോൺഗ്രസ് ഇതിൽ എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആകെ 21 പേരും കൂടി തലേദിവസം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന് എന്ത് ചെയ്യാണ്, ആകെ കുറച്ചെങ്കിലും പണിയെടുക്കുന്നത് VD സതീശൻ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും വന്ന് പ്ലീസ് ദൈവത്തോടത്ത് അങ്ങനെ പറയില്ല, ഞങ്ങളുടെ പറഞ്ഞ കാലത്തും കുറച്ച് പേരെയൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ പേര് പറയാന്ന് പറയാം, പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ എന്ത് ചെയ്യാം. അപ്പോൾ ഇവർ ഒരു അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഷിബിലി? അതിൻ്റെ പുറത്ത് ഗംഭീരമായിട്ടുള്ള റിസർച്ച് എന്ത് ചെയ്യണ്ടേ? എന്തൊക്കെ ചോദ്യങ്ങൾ അപ്പുറത്ത് വരാം എന്നുള്ളത് ചെയ്യേണ്ടത്. ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തോടോ പ്രസ്ഥാനത്തോടും പറയുന്നു, നിങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ പടി, ഞാൻ അതിഗംഭീരമായിട്ട് എന്ത് ചെയ്തു തരാം. ഞാൻ ചില ചാനലുകളോട് പറയണമെന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്തു തരാം, നിങ്ങൾക്ക് ഡാറ്റാ ബേസും എന്ത് ചെയ്യാം, റിസർച്ച് ആൻഡ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അതെങ്ങനെ അവതരിപ്പിക്കണമെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാം. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്, പിണറായി വിജയൻ ഇങ്ങനൊരു മറുപടി പറയും എന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും ചെയ്യാതെ വെറുതെ ഈ പറഞ്ഞ പോലെ ഇരുന്നാൽ
ഇതുപോലെയുള്ള അടികൾ ഇടക്കിടക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കിട്ടിക്കൊണ്ടിരിക്കും. ഈ അടി കിട്ടുന്നതിനും കുഴപ്പമില്ല ഷിബിലി, പക്ഷേ എന്താ ചെയ്യണമെന്ന് അറിയാമോ? വടി കൊടുത്തിട്ടാണ് അടിക്കാൻ പറയണം. ഏത് അടിയന്തര പ്രമേയം വടി കൊടുത്തിട്ടേ പ്ലീസ് കൈകെട്ടി നിന്ന് ഞങ്ങൾ അടിച്ചോളാന്ന് പറയണം, അടിച്ചോന്ന് പറയണം. എന്നാൽ ആലോചിച്ച് നോക്കി. അപ്പം ഇനി കോൺഗ്രസിൻ്റെ ഈ തൃശ്ശൂരുണ്ടായ പ്രശ്നം പോലും എന്ത് ചെയ്തിട്ടില്ല. വോട്ട് ഇത്രയും വർധനവുണ്ടായത് കോൺഗ്രസ് ഇതുവരെ ഉയർത്തി കാണിച്ചൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. നമുക്കറിയില്ല എന്താ കാര്യം. CPM നടത്തൂല. കാരണം എന്താ, CPM ഈ വോട്ട് ചോരി വിവാദം വന്നാൽ അത് കോൺഗ്രസിന് ഒരു മൈലേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് CPM വിചാരിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ UDM-കാരോ ഒക്കെ അറിയാതെ നടത്തിയതാണെന്ന് ഒരു മനുഷ്യനും കേരളത്തിൽ വിശ്വസിക്കില്ല. എല്ലാം നിങ്ങൾ അറിയുന്നൊരു പാർട്ടിയാണ് CPM. അപ്പം അതുകൊണ്ട് CPM-ന് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ വലിയ ഷിപ്പൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഷിബിലിക്കൊക്കെ അറിയുമോ അറിയില്ല, മറ്റേ ചെറിയ ചെറിയ ഈ ഷിപ്പിന് ഉന്തിക്കൊണ്ടുവരുന്ന ഇതുണ്ട്. ഷിപ്പ് കുറച്ച് ദൂരം മുമ്പേ എന്ത് ചെയ്യും, ഓഫാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഉന്തിക്കൊണ്ടുവരുന്ന ഇതുണ്ട്. ഏതാണ്ട് അതുപോലെ ഉന്തിക്കൊണ്ടുവരികയാണ് BJP എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് പറ്റിയില്ലെങ്കിൽ, ഇതിന് രണ്ടിനുമെതിരെ വലിയ ശക്തിയായിട്ടുള്ള പ്രചരണത്തിന് കോൺഗ്രസ്സിന് പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും 2026 പിണറായി വീണ്ടും ഭരിക്കും.